ഹായ് ഹലോ, ഞങ്ങളിപ്പം ബസ്സിലാണ്. ഗണപതി ഭഗവാന്റെയും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കൃഷ്ണന്റെയും, ഈ കൃഷ്ണനല്ല വേറൊരു കൃഷ്ണനുണ്ട്, ആ കൃഷ്ണന്റെയും ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് പോവുകയാണ്. ആ കൂട്ടത്തില് നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലുക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കിയാലോ. ഞങ്ങളപ്പോൾ ഇവിടെ സലൂണിൽ വന്നു. ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്ത് ഗണപതിയുടെ കണ്ണൻ്റെ. അപ്പോൾ ഇവിടെ സലൂണിൽ വന്നു. ഞങ്ങൾ ഇനിയിപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. സലൂണിൽ വെച്ച് അവർ ഫോട്ടോ എടുത്തിരുന്നു, എൻ്റെ മുടിയുടെ ടെക്സ്ചർ എങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതാണ് എൻ്റെ ശരിക്കുമുള്ള ഫ്രിസിനെസ് ഉള്ള മുടി ശരിക്കും പറഞ്ഞാൽ. ഇനിയാണ് നമ്മുടെ പ്രൊസീജിയർ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഇനി ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ട് കൂടെ. അപ്പം ഞങ്ങൾ ഹെയർ വാഷ് ചെയ്യട്ടെ. നമ്മളപ്പം നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്നത് ബോട്ടോക്സ് ആണ്, അതാണ് എടുക്കുന്നത്. നമ്മളിപ്പം ഇത് ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണേ. നമ്മളിപ്പോൾ ക്രീമൊക്കെ തേച്ച് എല്ലാം ഫിറ്റായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മണിക്കൂറോളം ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ബാക്കി പ്രോസസ്സ് നോക്കാം. ഇപ്പോൾ ബ്ലോ ഡ്രൈ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നത്. അപ്പോൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞു. നല്ലപോലെ ഷാമ്പു ഇട്ട് ഒന്ന് ഹെയർ വാഷ് ചെയ്തു. 2-3 മിനിറ്റ് അതുപോലെ വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് വരുന്നത്. ഇത് ഓരോ സെക്ഷൻ ബൈ സെക്ഷനും എടുത്ത് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുവാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അയണിങ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ തിരിച്ച് പതിയെ ഇതുപോലെ എടുക്കും. അങ്ങനെ എടുത്തതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. ഇപ്പം എൻ്റെ ഹെയർ ഫ്രിസ്നെസ് ഇല്ലാതെ നല്ല ലുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബോട്ടോക്സ് ആണ്, ലെയർ കട്ടാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.